ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റമദാൻ സ്പെഷ്യലായിട്ട് ഒരു ഫലൂഡയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഫലൂഡയാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ പാല് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിത്. അതിനുശേഷം നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചവ്വരി വേവിച്ചത് കൂടി വേണം. അപ്പോൾ ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ചവ്വരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാൻ ചവ്വരി വെള്ളത്തിലിടാതെയാണ് വേവിക്കുന്നത്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് കസ്കസാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഫലൂഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫലൂഡ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ബനാന എടുത്തിട്ടുണ്ട്, അതുപോലെ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറീസ്, പിന്നെ ഉറുമാമ്പഴം, അതുപോലെ ഗ്രീനും ബ്ലാക്കും ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മാംഗോ, കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും വേവിച്ച് വെച്ച ചവ്വരിയും പാലും കൂടി ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫലൂഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി മാംഗോ കൂടി ചേർത്ത് കൊടുക്കാം. ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഗ്രീൻ കളർ ഗ്രേപ്സും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഗ്രേപ്സും കൂടി ചേർത്ത് കൊടുക്കാം. കുരുവില്ലാത്ത ഗ്രേപ്സാണ് ഞാനതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഗ്രേപ്സ് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കസ്കസാണ്. കസ്കസ് ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്കസും ചവ്വരിയും ഫ്രൂട്ട്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചവ്വരി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷുഗർ കുറവാണ് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. അപ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതിലേക്ക് ഐസ്ക്രീം കൂടി ചേർക്കണം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.
ഒരു ഐസ്ക്രീം ബൗളിലേക്ക് കുറച്ച് ഫലൂഡ എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് മുകളിൽ 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉറുമാമ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലൂഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ഇപ്പോഴത്തെ ഈ ചൂടിലും അതുപോലെ നോമ്പ് നോറ്റ് തളർന്നിരിക്കുന്ന ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.